മൂന്നാർ ദേവികുളം റോഡിൽ വീണ്ടും കാട്ടുകൊമ്പൻ പടയപ്പയുടെ ആക്രമണം. നെറ്റിക്കുടിയിൽ നിന്നും മൂന്നാറിലേക്ക് പോയ ഗ്യാസ് വണ്ടിയുടെ മുൻവശത്തെ ഗ്ലാസ് പടയപ്പ തകർത്തു. ബഹളം വെച്ചതോടെ പടയപ്പ കാട്ടിലേക്ക് പിൻവാങ്ങി. ജെയിനസ് രാജു വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. ജെയിൻ, പടയപ്പ ആകെ ആക്രമണകാരിയാകുന്നുണ്ട്. പടയപ്പ മതപ്പാടിലാണ് എന്നുള്ള കാര്യം നേരത്തെ തന്നെ ലഭ്യമാവുകയും ചെയ്തിരുന്നു ആ വിവരം. ഇപ്പോൾ പടയപ്പയെ നിരീക്ഷിക്കാനൊന്നും ആരില്ല. ഇന്നിപ്പോൾ എന്താണ് ഉണ്ടായത് അവസാനം? അക്ഷയ, രാത്രിയോടെയാണ് ഈ സംഭവം ഉണ്ടായത്. മൂന്നാറിന് സമീപം ദേവികുളം റൂട്ടിൽ സിഗ്നൽ പോയിന്റിന് സമീപം ആന ഒരു വാഹനം ആക്രമിക്കുകയായിരുന്നു. വാഹനത്തിന്റെ മുൻവശത്തിന് കേടുപാടുകൾ വന്നിട്ടുണ്ട്, ഗ്ലാസ് തകർന്നിട്ടുണ്ട്. അതിനുശേഷം വാഹനത്തിലുണ്ടായിരുന്ന ആളുകൾ ബഹളം വെച്ചതോടുകൂടി ആന എസ്റ്റേറ്റ് അകത്തേക്ക് കയറി പോവുകയായിരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പടയപ്പ വളരെ പ്രകോപിതനാണ്, മതപ്പാടിലാണ്. പക്ഷേ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി അല്പം പ്രകോപന രീതിയിലാണ് ആന നടക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തുടർച്ചയായി പ്രധാന റോഡുകളിൽ പടയപ്പയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. പടയപ്പ വാഹനങ്ങൾക്ക് നേരെ പാഞ്ഞെടുക്കുന്നത് അടക്കമുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ്. എന്തായാലും വനം വകുപ്പിന്റെ RRT സംഘം ആനയെ നിരീക്ഷിക്കുന്നുണ്ട്. പ്രധാന പാതയിൽ നിന്ന് ആനയെ ഒഴിവാക്കി നിർത്തുക എന്നുള്ളതാണ് ദൗത്യം, അല്ലെങ്കിൽ സംഘം ആദ്യമായി പ്രഥമ പരിഗണന നൽകുന്നത്.